അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിനാനുഗ്രഹ പ്രാർത്ഥന. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോഴേ ലോകം മുഴുവനും ആയിരക്കണക്കിന് മക്കള് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, ഞാൻ എൻ്റെ ജനങ്ങളെ സന്ദർശിക്കുമെന്ന് അളിച്ചത് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈ സമയം എല്ലാവരുടെയും ഭവനങ്ങളെ നീ സന്ദർശിക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മ സന്ദർശിക്കുമ്പോൾ മഴവില്ലായും സുഗന്ധാഭിഷേകമായും ഒത്തിരി പേർ ഉടമ്പടി സാക്ഷ്യം പറയാറുണ്ട്. അമ്മ പല ആൾക്കാരും സാക്ഷ്യങ്ങൾ അമ്മ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മയെ അടയാളം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആഴമായ ബോധ്യം അവർക്ക് നൽകിക്കൊണ്ട് അവർ വലിയ സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാക്കി മാറിനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മാംസപേശികൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ രക്തഞരമ്പുകൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഉള്ളംകാല് വരെ നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, സിസ്റ്റുകൾ, അതുപോലെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മുഴകൾ കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധമായ രക്തത്തെ കഴുകി മാറ്റപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമം ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിന് കർത്താവെ, തടി തളർന്ന് ജോലി ചെയ്തിട്ടും കർത്താവെ ജീവിക്കാനുള്ള ആസ്തിപത്രയില്ലാത്ത സ്വന്തമായിട്ട് വീട് കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രാവശ്യങ്ങളുടെ ജോലി പല പരീക്ഷകൾ എഴുതിയിട്ടും കർത്താവെ ഇപ്പോഴും കരകയറാത്ത മക്കളുണ്ട്. അവിടെ വയസ്സ് മാറി വയസ്സ് കൂടി ഇപ്പോൾ ഒരിടത്ത് എത്തിയില്ല എന്നും പറഞ്ഞ് ആദ്യ കൊള്ളുന്ന ഒത്തിരി മക്കളുണ്ട്. അവിടെ പരീക്ഷകളെ കർത്താവ് ഇത് അവസാനത്തെ അറ്റംപ്റ്റായി മാറാൻ അവിടെ കഴിവ് ഇനി പറ്റത്തില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി അങ്ങയുടെ കൃപ കൊണ്ട് ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ എല്ലാ അയോഗ്യതകളും ദൈവനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കരയിലും കടലിൽ ഞാൻ അർപ്പിച്ച പല സുവിശേഷ വേലകളുടെ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ഭവനരഹിതരായിട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോലി രഹിതരായിട്ടുള്ള മക്കളോട് പ്രാർത്ഥിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് മേൽഗതി ഇല്ലാത്തവരുണ്ട്. കർത്താവ് പല ജോലികൾ, ചെറിയ ജോലികളും സ്വന്തമായിട്ട് സ്വയം
പ്രേരകമായിട്ടുള്ള സംരംഭങ്ങൾ, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്, അങ്ങനെ ഓരോരോ ആടുമാടുകളെ വളർത്തുന്നവരുണ്ട്, പശുവിനെ വളർത്തുന്ന എരുമകളെ വളർത്തുന്നവരുണ്ട്, ചെറിയ തോട്ടങ്ങൾ വളർത്തുന്നവരുണ്ട്, പൂക്കച്ചവടക്കാരുണ്ട് കർത്താവെ, അങ്ങനെ പൂക്കൾ നട്ട് വളർത്തുന്നവരുണ്ട്, അതൊരു ജീവിത മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് കർത്താവ്. ചെറിയ വരുമാനക്കാരാണെങ്കിൽ കർത്താവ് അവർക്ക് എവിടെയെങ്കിലും അല്പം തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോവും, അവർ വലിയ കടത്തിലാവും കർത്താവെ. നീ അവരെ പൊതിഞ്ഞ് പിടിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ഇനി മക്കളില്ലാത്ത സ്ഥിതി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കളാ ഗർഭിണിയാണ്, പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വേറെ ഒത്തിരിയേറെ തകരാറുകൾ കുഞ്ഞിന് ഗർഭശിശുവിന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വയറെ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അവരാരും നീ കൈവിടരുത്. അവരനുഗ്രഹത്തേക്കാൾ ഉപരി അവരെ കൃപയുടെ ദൈവികമായ ശക്തിയാൽ അവരെ നീ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽനടയായി പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനത്തിൽ പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനം ഹയർ ചെയ്ത് പോകുന്നവർ പ്രാർത്ഥിക്കുന്നു. അവർ തിരിച്ചെത്തുന്നവരെ കൃപകളുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സുരക്ഷിതം നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങൾ കമ്പോളങ്ങളും കച്ചവടങ്ങളും വ്യാപാരങ്ങളും എഗ്രിമെൻറ്റുകളും കരാറുകളും ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം പാലിക്കപ്പെടുവാനും അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാനും പ്രാർത്ഥിക്കുന്നു കർത്താവ്. പണം കയ്യിൽ നിന്നും മോശം വന്നിട്ട് അന്യാധീനപ്പെട്ടു പോയി മറ്റുള്ള കൈകളകപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അതിൻ്റെ പേര് വീട്ടിൽ ഭയങ്കര വഴക്കും അസമാധാനം അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ. ഭക്ഷണം പോലും കഴിക്കാത്തവരുണ്ട് ഈശോയെ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വളരെ ഇറങ്ങിപ്പോയി കളഞ്ഞാൽ മതി എന്ന് ചിന്തിച്ച് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, നിൻ്റെ യോഗ്യതയല്ല മകനെ മകളെ നീ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ശക്തിപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിന്ന് വായിക്കുന്ന ഇന്നത്തെ സന്ദേശം കൃപയുടെ സ്രോതസ്സുകൾ. ഇപ്പം ഗംഗ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? എന്താ പമ്പ എവിടുന്ന് ഉത്ഭവിക്കുന്നു? അതുപോലെ തന്നെ കൃപ എവിടുന്ന് ഉത്ഭവിക്കുന്നു? അവൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ. അതായത് നോക്കി, മത്തായിയുടെ സുവിശേഷം 12:18 വായിച്ചേ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും, ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും, അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അതായത് അവൻ വിജാതിരെ ന്യായവിധി അറിയിക്കും. അതായത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അതായത് ആത്മാവിൻ്റെ പിതാവിൻ്റെ ആത്മപ്രസാദത്തിൽ നിന്നാണ് ഈശോയ്ക്ക് കൃപ കിട്ടണത്. കിട്ടണമെന്നല്ല, അധിക കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടല്ലേ, ഈശോയെക്കുറിച്ച് എന്നാ അമ്മ പറയണത്? അതായത് അവൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും. അപ്പം യോഹന്നാൻ 10:10 പറയുന്ന കൃപയും ജീവനും ഒന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ. അതേസമയം തന്നെ പറയണത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. യോഹന്നാൻ 1:16 വായിച്ചു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ, അധിക കൃപ എന്ന് പറയും. കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ് സ്വീകരിച്ചിരിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ. ഇത് എങ്ങനെ, ഞാനത് ഇപ്പം ഇത്രയും പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അത് കൃപയുടെ സ്രോതസ്സാണ്. അതായത് ഈ കൃപ എങ്ങനെ ഉണ്ടായതാണ്? ക്രിസ്തുവിനെ പിതാവ് പ്രസാദിച്ചപ്പോൾ പിതാവിൻ്റെ പ്രസാദമാണ്. അതാണ് 12:18 നമ്മൾ വായിച്ചത്. 12:18 വായിച്ചില്ലേ? ഇതാ ഞാൻ, മത്തായിയുടെ സുവിശേഷം, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടെന്ന് വായിച്ചില്ലേ? അപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കാ 3:22 വായിച്ചിട്ട്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ പിതാവ് പ്രസാദിച്ചതാണ്. അതെന്തുകൊണ്ടാണ് പ്രസാദിച്ചിരിക്കുന്നത്? അതായത് ക്രിസ്തു സഹനബലിക്കുള്ള കുഞ്ഞാടായിട്ട് ക്രിസ്തു തന്നെ സമർപ്പിക്കുകയാണ്. അപ്പോഴെന്താ പ്രശ്നം വെച്ചാൽ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു സ്രോതസ് എന്ന് പറയുന്നത്. അതായത് പിതാവിന് സ്വയം സമർപ്പിക്കുക. എന്നിട്ട് അവിടെയാണ് ക്രിസ്തുവിൻ്റെ അനുസരണവും അതുപോലെ തന്നെ സഹന ദാസനും ഒക്കെ വരുന്നത് ഈ വകുപ്പിലാണ് വരുന്നത്.
അപ്പോഴേ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിന് പാത്രമാകും. നമുക്ക് ഈ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നത് അതാണ് ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഇപ്പം നമുക്കൊരു സഹനം ഉണ്ടായി, എന്ത് മാനസിക സഹനം ഉണ്ടാകും, പലർക്കും ശാരീരിക സഹനം ഉണ്ടാകും. പക്ഷേ നല്ല ക്രിസ്തു സ്നേഹികൾ എന്താ ചെയ്യണമെന്നറിയാമോ? അവർ ക്രിസ്തുവിൻ്റെ കൂടെ ഇത് കാഴ്ചവെക്കും, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കും. അപ്പോഴെന്ത് പറയും? ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ പിതാവിൻ്റെ പ്രസാദം ഉണ്ടായില്ലേ, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഈ സകല സ്നാനത്തിൽ ക്രിസ്തുവിൻ്റെ പ്രസാദം നമുക്കുണ്ടാകും. കാര്യം പിതാവ് ക്രിസ്തു വഴിയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതാവിനെ അപ്പം 20 യോഹന്നാൻ 20:21 വായിച്ചേ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് അലക്കൽ ശ്ലാമ, സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് പിതാവാണ് ഈശോയ്ക്ക് മിഷൻ കൊടുക്കുന്നത്, ഈശോ നമുക്ക് മിഷൻ തരുന്നു. ഈ മിഷൻ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതുപോലെ തന്നെ പിതാവ് ക്രിസ്തുവിനെ കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും. ഇത് പിടിയിട്ടില്ല, അതാണ് സംഭവം. അതായത് പിതാവ് ക്രിസ്തുവിന് കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും. എങ്ങനെയാണ്? നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നാനത്തോടു കൂടി ചേർത്ത് ക്രിസ്തുവിൻ്റെ സഹനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അതാണ് കൃപയുടെ ഒരു സ്രോതസ്സ്. ഇപ്പം എപ്പോഴെങ്കിലും ഒരു സഹനത്തിന് സാഹചര്യം വന്നാൽ മാനസികമായാലും ശാരീരികമായാലും അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അതിജീവിക്കാനും സാധിക്കണം, കൃപ ആർജിക്കാനും നോക്കണം. ദൈവത്തിൻ്റെ ദൈവശക്തിയുടെ പ്രകടനാത്മകത അതെപ്പോഴും സംഭവിക്കുന്നത് ഈ ദൈവശക്തിയുടെ പ്രകടരൂപങ്ങൾ സംഭവിക്കുന്ന മൗലികമായ ബിബ്ലിക്കൽ ഫോർമുലയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് ഒരു ദിവസം 100ഓളം സാക്ഷ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് അപ്പം ചെയ്യാൻ കഴിയുന്നത്? അത് സർവം സ്പർശിയായി നിൽക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളുമാണ്. ഒരു വ്യക്തി ഈ കാലത്തിലൂടെ അതിന് കൽപ്പിക്കപ്പെട്ട സ്ഥല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഉദ്വിഗ്നതകൾ, ഉത്കണ്ഠകൾ, ഉള്ളിൽ കത്തുന്ന അവസ്ഥകൾ, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, ശിക്ഷ വാങ്ങിക്കൂ എന്ന് തോന്നുന്ന അവസ്ഥകൾ, സാമ്പത്തികമായി തകർന്നു പോകുന്ന അവസ്ഥകൾ, ഈ സമയങ്ങളിലെല്ലാം ആണ് ഈ മാനിഫെസ്റ്റേഷൻസ് വരണത്. പ്രകടാത്മകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പോലെ ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾ അത്രയ്ക്ക് ലളിതമല്ല. പരിശുദ്ധ കുർബാന തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സമ്പൂർണ്ണ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് റിയൽ പ്രസൻസ് ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ കാത്തലിക്സിൻ്റെ കുർബാനയ്ക്ക് നോൺ കാത്തലിക്സ് ചിലപ്പോൾ കുർബാന പ്രസൻസ് കൊടുക്കത്തില്ല. എന്താ കാര്യം? അത് സാക്രമെൻ്റൽ ബേസ് കൊണ്ട് ഓരോ ചർച്ചിനും അതിൻ്റെ സാക്രമെൻറ്റാലിറ്റീസും സാക്രമെൻസും അതിനോട് ബന്ധപ്പെട്ട വിശ്വാസസത്യങ്ങളുണ്ട്. അപ്പോൾ കാത്തലിക്സ് ആണെങ്കിൽ ശരിക്കും കൺഫെഷൻ ഈ കൂദാശകളെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്, കമ്മ്യൂണിയനുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതാണ് കൺഫെഷൻ. അപ്പോൾ ഉടമ്പടിക്കാണെങ്കിൽ കാത്തലിക്സിനോട് വളരെ നിശ്ചിതമായ സമീപനമാണ്. അതായത് കൂദാശ ജീവിക്കുന്നവരെ അതിൻ്റെ പൂർണ്ണമായ ഫലം ഉൾക്കൊണ്ടുകൊണ്ട് സമ്പൂർണ്ണമായി കൂദാശ ജീവിച്ച് അതിലൂടെ ദൈവം കൽപ്പിതമായ ദൈവാനുഗ്രഹത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നതാണ് കവനൻറ്റ്. അതുകൊണ്ട് 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്നുള്ള സന്യസ്തർക്കും അഭിഷിക്തർക്കും കൊടുത്തിരിക്കുന്ന നിയമം തന്നെയാണ് ഉടമ്പടിയിൽ ലേമേന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ വിശ്വാസികൾക്ക് തന്നിരിക്കുന്ന ഉടമ്പടി നിയമം എന്താണ്? 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണം.
അത് കാനല്ലോ അനുസരിച്ച് സന്യസ്തർക്കും ഞങ്ങളെപ്പോൾ അഭിഷിക്തർക്കും ഉള്ളതാണ്. അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? വിശുദ്ധിയിൽ ഇത് വല്ലാതെ കത്തണ സംഭവമാണ് ഉടമ്പടി. എന്ന് ദൈവം മനുഷ്യനുമായിട്ടൊരു എഗ്രിമെൻറ്റിലായിട്ടുണ്ട്. അന്ന് ദൈവം പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതായിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ മോസസിന് ദൈവം അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? നീ ചെരുപ്പിട്ടുകൊണ്ടല്ലേ ഇന്നലെ ആ ഈജിപ്തുകാരനെ കൊന്നത്? ആ ചെരുപ്പിട്ടുകൊണ്ടാണ് നീ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതാണ് പ്രശ്നം. മോസസിനോട് ചെരുപ്പ് വരാൻ പറഞ്ഞില്ലേ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിൻ്റെ കാലിലെ പാദരക്ഷകൾ ഉരുവെക്കാൻ എന്താ കാര്യം? ഇവനീ ചെരുപ്പിട്ടുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് ഓടിപ്പോണ മുമ്പ് ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ പൂത്തിയത്. അപ്പോൾ കൊലപാതകത്തിൻ്റെ ചെരുപ്പാണ് അവൻ്റെ കാലിൽ കിടക്കുന്നത്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെയെല്ലാം ദൈവം നമ്മളെ സഹായിക്കാനും അഭിഷേകം ചെയ്യാനും ശക്തിപ്പെടുത്താനും നോക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രീ റെക്വസ്റ്റ് വിശുദ്ധിയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 3:5 അവിടുന്ന് അരുളി ചെയ്തു, അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ദൈവ സാന്നിധ്യത്തിന് മറ്റു സാന്നിധ്യത്തേക്കാൾ വ്യത്യാസമുള്ളത് എന്താണ്? പരിശുദ്ധിയാണ്. അപ്പോൾ നീ ആ പരിശുദ്ധനായ ദൈവവുമായിട്ടാണ് ഇപ്പോഴേ ഉഭയകക്ഷി ഉടമ്പടിയിലേക്ക് വരണത്. നമുക്കൊന്നും താങ്ങാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യണത്. പക്ഷേ ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് നമ്മൾക്ക് ഒരു പേഴ്സൺ ടു പേഴ്സൺ ബയലാറ്ററൽ എഗ്രിമെൻറ്റിന് നമുക്കൊരു അവസരം കിട്ടിയെന്ന് പറയുന്നത് കർത്താവിനെ കൈയടിച്ചുകൊണ്ട് നന്ദി പറയുന്നില്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹവലയത്തിൽ നന്ദി പറയുന്നു. ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വിശുദ്ധിയിലെ ഉന്നതനായ ദൈവത്തോടാണ് ഞാനും നിങ്ങളും ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മൾ ഇൻറ്റിമസിയിലേക്ക് വിളിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊന്നാണ് കോൾ ടു ഇൻറ്റിമസി. ക്രിസ്തീയ ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് കോൾ ടു ഇൻറ്റിമസി. അവൻ്റെ അദമ്യമായ സ്വകാര്യ സ്നേഹത്തിലേക്കുള്ള വിളി. പക്ഷേ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏറ്റവും ലളിതമായ ഒരു മാർഗം ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ നിങ്ങൾ ചില സമയത്ത് ഉടമ്പടിയെക്കുറിച്ച് വളരെ പെരിഫറലായിട്ടുള്ള ഐഡിയ ഉള്ളവരാണെങ്കിൽ, ഈ തൊലിപ്പുറത്ത് ആശയങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ പറയും ഇതെന്തോ നിയമങ്ങൾ നമ്മൾ എഴുതിയിടുമ്പോൾ അതുപോലെ തന്നെ ദൈവം നമുക്ക് തരണ എന്തോ പരിപാടിയാണ് എന്ന് പറയും. അത് ABCD ആയിട്ടുള്ള ആ വിശ്വാസത്തിന് ആ നിലവാരമുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ മുഖം ഭയങ്കര ഹൃദ്യമാണ്. എന്നുവെച്ചാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ നേർക്ക് നേരെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം തന്നെ വിഭാവന ചെയ്ത ഒരു ആധ്യാത്മിക ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരനുഗ്രഹം. നമുക്കുണ്ടാകുന്ന ഒരു ഗുണം ആൾക്കാർക്ക് ഇപ്പോൾ ശരവണൻ എന്ന് പറഞ്ഞ ഇന്നലെ ഒരു അടിപൊളി സാക്ഷ്യമുണ്ട്. ഇന്നിട്ടോട് ഞാനത് ശരവണൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ ശരവണൻ സാക്ഷി തുടങ്ങുന്നത് തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ തൊട്ട കേസാണ്. 14 വർഷമുള്ള കേസുണ്ട്, 9 വർഷമുള്ള കേസുണ്ട്, 3 വർഷമുള്ള കേസുണ്ട്. കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ പറ്റണില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് കോടതി വരുമെന്ന്. അപ്പോൾ ശരവണൻ്റെയൊക്കെ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ മനുഷ്യൻ എന്തുമാത്രം ഫെയ്ത്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഫ്രഷ് ഹാൻഡ്സ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഫ്രഷ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ആരാണ്? പുതുതായിട്ട് വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് വരുന്ന ആൾക്കാർ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ചെയ്യണത്. കാര്യം വെച്ചാൽ അവർ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ തേനെ കുടിക്കണ പോലെ കുടിക്കും. മറ്റുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് അവരൊന്ന് വെയിറ്റ് ആൻഡ് സീ ആയിട്ട് നോക്കും. ഈ വെയിറ്റ് ആൻഡ് സീ വരട്ടെ നോക്കട്ടെ, ഇത് ഉടമ്പടിയിൽ അടയാളം കിട്ടുമോ എന്ന് നോക്കട്ടെ, അല്ലേ? അടയാളം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയത്തില്ലേ?
ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, സമീപനമാണ്. നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു അടയാളമെങ്കിലും കിട്ടുവാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചില സമയത്ത് ചിലർക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. നിങ്ങൾ ആരോടാണ് ഈ അടയാളം ചോദിക്കണത്? ദൈവത്തോട് അല്ലേ? ദൈവം നിങ്ങളുടെ കുമ്പാരിയാണോ? നിങ്ങളുടെ ആലപ്പുഴ ഭാഷയിൽ ഉള്ള ഒരു സംഭവമാണ് കുമ്പാരി, കൊച്ചി ഭാഷയിൽ. എന്നുവെച്ചാൽ തലതൊട്ടപ്പനെ കുമ്പാരി എന്ന് വിളിക്കണം. കൊമ്പാദർ സഹ, കുമ്പെന്ന് വെച്ചാൽ കൊം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹ എന്നർത്ഥം. എന്നുവെച്ചാൽ കൂടെയുള്ള ആൾ, കൂടെയുള്ള അപ്പൻ, പകരം അപ്പൻ, സബ്സ്റ്റിറ്റ്യൂട്ട്, ആത്മീയ പിതാവ് എന്നൊക്കെ എൻ്റെ അർത്ഥം. പക്ഷേ ഇതുപോലെ ദൈവത്തിന് നമ്മൾ ഇങ്ങനെ വളരെ ഒരു സിമ്പിളായിട്ട് കാണുന്നവരാണ് ഈ ഒച്ചിനെപ്പോലെ ഇരിക്കുന്ന മനുഷ്യൻ. ഒരു കൃമികിടത്തിനേക്കാളും വിലയില്ലാത്തൊരു മനുഷ്യൻ ദൈവത്തിനോട് അടയാളം ചോദിക്കുന്നത് എന്ത് ബേസിലാണ്? താൻ ആരോ ആണെന്നുള്ള അഹങ്കാരത്തിൻ്റെ ബേസിലാണല്ല. പിന്നെ ഇങ്ങനെ ദൈവത്തോട് അടയാളം ചോദിക്കണേ? ബുദ്ധിയും ബോധമുള്ളവൻ ദൈവത്തോട് അടയാളം ചോദിക്കുമോ? നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ അയൽവാസിയാണോ? പിന്നെ നമുക്കുള്ള ബന്ധമെന്ന് പറയണത്, നമുക്കൊരു ബന്ധമുള്ളത് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവൻ ക്രൂശിക്കപ്പെടാനും അവൻ്റെ മരണം നമുക്ക് വേണ്ടി മരിക്കുവാനും അവൻ തയ്യാറായപ്പോൾ അവൻ നമ്മളെ ആരുമായിട്ട് കാണുന്നു, വിലയുള്ളവനായിട്ട് കാണുന്നു. അപ്പോൾ ക്രിസ്തു അനുഭവിച്ച പീഡാസനങ്ങളുടെ ബേസ്മെൻറ്റിലാണ് നമ്മൾക്ക് ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു നിലനിൽപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ നിലനിൽപ്പ് വീണ്ടും നമ്മൾ അടയാളം ചോദിച്ചുകൊണ്ട് ആ നിലനിൽപ്പിന് കളങ്കം ചാർത്തരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായോ? ഉടമ്പടി എടുക്കുന്നവർ ആദ്യം നിങ്ങളോട് ആ നിബന്ധനകൾ നിങ്ങൾ നിറവേറ്റണം മര്യാദയ്ക്ക്. അടയാളം പിന്നെ വരും. നമ്മൾ ദൈവത്തിന് അടയാളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരത്തില്ലേ? അവിടെ ഒരു പ്രശ്നം വരും. അങ്ങനെ ചോദിക്കരുത്. ഞാൻ നിങ്ങളെ വഴക്കിടുകയൊന്നുമല്ല, നിങ്ങളെ ബുദ്ധിമോശം കാണിക്കരുതെന്ന് പറയുകയാണ്. അടയാളത്തിന് വല്ല ദൈവം ഒരിക്കലും നിങ്ങളുടെ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കണ പോലുള്ള അനുഭവമാണ്. അത്രക്ക് ആണ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പോൾ ശരവണൻ്റെ കേസ് പെട്ടത്, ശരവണൻ്റെ കേസ് എന്താണ്? അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനകാരന് ഒരു ട്രിവാൻഡ്രത്താണ്. അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് വേറെ ഒരു താലൂക്കിലേക്ക് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് രജിസ്റ്റർ ഓഫീസ് മാറ്റാൻ പോകുന്നു. വേറെ ഒരു പഞ്ചായത്ത്, താലൂക്കല്ല പഞ്ചായത്തിലേക്ക്, വേറെ ഒരു പഞ്ചായത്തിലേക്ക് ഗവൺമെൻറ് ഹൈക്കോടതി ഇടപെട്ട് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ വലിയ പീപ്പിൾസ് ക്യാമ്പയിൻ ഉണ്ടായി, ജനകീയമായ ഒരു മുന്നേറ്റം ഉണ്ടായി. പക്ഷേ ഹൈക്കോടതി വിധിയായത് കാരണം മുന്നേറ്റത്തിൽ പങ്കെടുത്ത ആൾക്കാരെല്ലാം പ്രതികളായി, എല്ലാവരും പ്രതികളായി. ഈ പ്രതികളായി കഴിഞ്ഞാൽ അതെല്ലാം ക്രിമിനലായിട്ടാണ് പോണത്, സിവിലല്ലല്ലോ, ക്രിമിനലാണ്. അപ്പോൾ ഗവൺമെൻറ് വാദിയും ഇവരെല്ലാം പ്രതികളുമാണ്. അപ്പോൾ വാദികൾക്ക് 5 വീതം മുടക്കേണ്ട കാര്യമില്ല, ഇവർ പ്രതികളാണ്. ഇവർക്ക് വല്ല പാസ്പോർട്ടും കിട്ടുക, പല കാലത്തും രക്ഷപ്പെടാപ്പെട്ട് പോകാൻ പറ്റുക, അന്വേഷണം വരുമ്പോഴൊക്കെ എല്ലാം കുടുങ്ങി നാട്ടിൽ തന്നെ കിടക്കുകയാണ്. ഇതിങ്ങനെ ഒരു കേസല്ല, അങ്ങനെ 9 കൊല്ലം പഴക്കമുള്ള കേസുണ്ട്. അതുപോലെ തന്നെ 3 കൊല്ലം പഴക്കമുള്ള കേസെല്ലാം വ്യത്യസ്തമായ കേസുകളാണ് ഉള്ളത്. 3 കൊല്ലം പഴക്കമുള്ള കേസ് ആ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ഷേത്രസമിതിയുമായിട്ടുള്ള കേസാണ്. 9 കൊല്ലം പഴക്കമുള്ള കേസെന്ന് പറയുന്നത് ഒരു സ്ഥലം വാങ്ങിക്കാൻ പുള്ളിക്കാരൻ ഒരു സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ആ സ്ഥലം നേരത്തെ കണ്ടുവെച്ചെന്നൊരു വാങ്ങിക്കാൻ ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഒരു കാര്യം പണപ്പോക്കണ്ടില്ലേ, നമ്മളൊക്കെ സ്ഥലം മേടിക്കണതാണ്, നമുക്കൊരു പ്രശ്നമില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ പുറകെ നടന്ന് പ്രശ്നങ്ങളിങ്ങനെ പുറകെ നടക്കും. അങ്ങനെ ഒരാളാണ് ശരവണൻ. ഇവർ ആ വാങ്ങിച്ച സ്ഥലത്ത് താമസിക്കാൻ ചെന്നപ്പോഴെന്താണ്, ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു പോയ ആൾക്കാർ ഇവരുമായിട്ട് ബോൾത്തായി, അടിപിടിയായി, അതും കേസായി. 9 കൊല്ലം. അപ്പോൾ 14 കൊല്ലത്തെ കേസ്, 9 കൊല്ലത്തെ കേസ്, 3 കൊല്ലത്തെ കേസുകൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരവണത് പറയുന്നുണ്ട്, ജഡ്ജി വരുമ്പോൾ APP വരത്തില്ല, APP വരുമ്പോൾ വക്കീൽ വരത്തില്ല, വക്കീൽ വരുമ്പോൾ സാക്ഷിയായ പോലീസ് വരത്തില്ല. ഞാനും എൻ്റെ 2-3 കേസുള്ളതിന് ഞാനും കൂടാതെ അനുഭവിക്കുന്ന പ്രശ്നമായിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ കേസ്. ഞാനൊരു അർത്തിങ്കൽ പഞ്ചായത്ത് വേണമെന്നും പറഞ്ഞ് അവിടെ കളക്ടറിൻ്റെ വാദിക്ക് സമരം ചെയ്ത് കടൽ കയറിയപ്പോൾ ഈ നേരെ പടിഞ്ഞാറ് വശത്ത് കാട്ടൂർ റോഡ് ഉപരോധം സമരത്തിൽ പങ്കെടുത്ത് എല്ലാം കേസായി. സാമൂഹ്യ പ്രശ്നങ്ങളാണ്, സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന കേസുകളാണ്. പക്ഷേ നമ്മൾ കോടതി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം അതാണ്. കാര്യം എന്താണ്, APP വരേണ്ട സമയത്ത് ജഡ്ജി വരത്തില്ല, ജഡ്ജി ഉള്ളപ്പോൾ സാക്ഷിയായിട്ടുള്ള പോലീസ് വരത്തില്ല. അപ്പോൾ നമ്മൾക്ക് മാറ്റി വെക്കും. 14 കൊല്ലം കേസ് മാറ്റി വെച്ചിരിക്കുകയാണ്. 14 കൊല്ലം കേസ് മാറ്റി വെച്ചപ്പോൾ എത്രയോ രൂപ വക്കീലിന് കൊടുക്കേണ്ടി വരും, എത്രയോ രൂപ വക്കീലിന് കൊടുക്കേണ്ടി വരും.
എത്രയോ നമ്മുടെ ജോലികളിൽ ഒരു ആഴ്ചയിൽ ഒരു മാസം ഒരു ദിവസം വെച്ച് എത്രയോ വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടും. എത്രയോ സാമ്പത്തിക ബാധ്യതയും ഭാരവും ഉണ്ടാകും ഇതുപോലെ. അപ്പോൾ ഇതെല്ലാം അതാ മനുഷ്യൻ കുരുങ്ങി മടുത്ത് കഴിഞ്ഞപ്പോൾ അവസാനമാണ് ഈ നമ്മുടെ യൂട്യൂബിലെ ലിങ്കെല്ലാം കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി, ഈ സഞ്ചാരി മാതാവ് എങ്ങനെ ജഡ്ജിയോട് വന്ന് നേരിട്ട് സംസാരിക്കണമെങ്കിൽ എൻ്റെ പ്രശ്നം തീരും. പെസലാണ് ഒരു മനുഷ്യൻ ഇവിടെ വരുമ്പോൾ ചില ആൾക്കാർ ഇവിടെ വന്ന് കറങ്ങിത്തിരിഞ്ഞ് നോക്കി എന്നിട്ടും പറയും ഇവിടെ കച്ചവടം എടുത്തിട്ട് ബിസിനസ് സെൻറ്റർ പോലെ തോന്നാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാണ് ഇവിടെ കുർബാനപ്പണം പോലും എഴുതി വെച്ചിട്ടില്ല, കുർബാനപ്പണം മെഡിക്കൽ സ്ഥലമൊന്നും പോലും എഴുതി വെച്ചിട്ടില്ല. എന്നാലും ചിലർക്ക് ആ കണ്ണോടുകൂടി കാണുന്നവർക്ക് അങ്ങനെ തോന്നും. പക്ഷേ ശരവണന് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് എങ്ങാനും ജഡ്ജിയോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം തീരുമെന്ന്. അത് പറഞ്ഞാണ് അദ്ദേഹം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ തന്നെ അമ്മയെ ജഡ്ജിയെ കാണണം, APPയെ കാണണം, അതുപോലെ തന്നെ വക്കീലിനെ കാണണം. ഇവരെല്ലാം കൂടി ഒരുമിച്ച് വന്ന് എൻ്റെ കേസ് തള്ളിപ്പോണം, അമ്മ തന്നെ കോടതി വരണം. ഇത് നമ്മൾ പറയുമ്പോൾ വളരെ നമുക്ക് ആ മനുഷ്യൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ചങ്കെക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണെന്ന്. ചില ആൾക്കാർക്ക് ഉടമ്പടി ചുണ്ടേക്കൊണ്ടുള്ള ഏർപ്പാടാണ്. എന്തോ ഒരു പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവരാ പടം മടക്കി വെക്കും. അത്രേ ചെയ്യത്തുള്ളൂ ഉടമ്പടിയിൽ. രാവിലെ എഴുന്നേറ്റ് നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷയുടെ പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥന ചൊല്ലി അവരെ അത് ക്ലോസ് ചെയ്യും. അതാണ് ചുണ്ടേക്കൊണ്ട് ചെല്ലണത്. ഈ ജന്മം ഉടമ്പടി എടുത്താൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടിയുടെ കാമ്പിലേക്ക് പോകുന്നില്ല. ആ ചുണ്ടുകൊണ്ടുള്ളൊരു വ്യാപാരം കൊണ്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് ശരവണൻ ചുണ്ടേക്കൊള്ളുകയല്ല, ചങ്കേക്കൊള്ളുകയാണ്. അമ്മ ഓഫീസിൽ വരുമെന്നും ജഡ്ജിയെ കാണുമെന്നും ആ മനുഷ്യൻ വിശ്വസിക്കുക മാത്രമല്ല അമ്മയോട് പറയുകയും അമ്മ വരണം, അമ്മ വന്നില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല, അമ്മ വന്നില്ലെങ്കിൽ. പക്ഷേ അമ്മ വന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽപ്പില്ലെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി അമ്മയോട് വളരെ പൈതൃകമായ മാതൃത്വപരമായിട്ട് ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി നമ്മളെ വിശ്വസിച്ച് അമ്മയോട് നമ്മുടെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ ശരവണൻ്റെ കോടതിയിൽ മാതാവ് ചെല്ലും. ഒരു കേസല്ല, ആ 14 കൊല്ലമുള്ള കേസും 9 കൊല്ലമുള്ള കേസും 3 കൊല്ലമുള്ള കേസും എത്രയും പെട്ടെന്ന് കോൾ ഫോർ ചെയ്ത് തീർപ്പാക്കിയിട്ട് മൊത്തം പിരിച്ചുവിട്ട് ഈ മനുഷ്യൻ ഫ്രീ ആകും. കൈയിട്ടിച്ച് കർത്താൻ സമയബന്ധിതമായി ജീവിതത്തിൽ പ്രവർത്തിച്ച് പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ആദ്യം ചിന്തിച്ചത് ഒരു കേസ് 14 കൊല്ലത്തെ കേസ് മാറിയത്. അങ്ങനെയല്ല, വിതിൻ നോ ടൈം, ഷോർട്ട് ടൈമിലാണ്. സമയച്ചുരുക്കം ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമ്മതുകളൊന്നാണ് സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കം 14 കൊല്ലത്തെ വിഷയം, 9 കൊല്ലത്തെ വിഷയം, 3 കൊല്ലത്തെ വിഷയം പല പല കോടതിയിലാണ്. അപ്പോൾ എല്ലാ കോടതി, അതായത് 3ാമത്തെ കേസ് ചെയ്യുമ്പോൾ ഇവരിങ്ങനെ ഉടമ്പടി കാശുരൂപ ഇങ്ങനെ മുത്തിക്കൊണ്ട് ആണ് പ്രാർത്ഥിക്കുന്നത്, പ്രത്യക്ഷിങ്ങനെ പ്രാർത്ഥിച്ചാണത്. എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. കാര്യം SA ആണ് വിളിപ്പിച്ചിരിക്കുന്നത്. SA വിളിപ്പിച്ചിരിക്കുമ്പോൾ കേസ് കൊടുത്ത ആൾക്കാരുടെ പക്ഷത്ത് SA നിൽക്കരുത്. അമ്മ SAയോട് പറയണം, അവർക്ക് സംസാരിക്കാൻ അമ്മ ഒരു അവസരം കൊടുക്കരുത്. അവർ ചോദിക്കുക മാത്രമേ ചെയ്യാവൂ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഫിറ്റ് ചെയ്യണമെന്നറിയാവോ? അതായത് ചോദിച്ചു വരുമ്പോൾ ആരെങ്കിലും നുണ പറയും, പിന്നെ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി അവർ വേറെ നുണ പറയും, പിന്നെ ഇത് ഇവിടെ ചെന്ന് എത്താൻ വരും. പക്ഷേ എന്നാ പറ്റണത്? ഈ ശരവണൻ പറഞ്ഞ പോലെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ലെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഉടമ്പടി കാശുരൂപ മുത്തിക്കൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കും. അവിടെ നിന്നുണ്ട് വിശ്വാസം പ്രയോഗിക്കുന്നതാണ് പ്രശ്നം. നമുക്കറിയാം വിശ്വാസത്തെ പ്രയോഗിക്കുന്ന രീതികൾ, അതിൻ്റെ അകത്ത് നമ്മുടെ സിൻസിയറിറ്റി വേണം. വിശ്വാസ പ്രയോഗത്തിൽ നമ്മുടെ സിൻസിയറിറ്റി, നമുക്ക് ഇതിനകത്ത് വരുന്നത് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മാർത്ഥത. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അംബിഗസ് ആയിട്ടാണ് ഇത് പറയണത്. ഒക്കുമായിരിക്കും അല്ലേ? ഒക്കണം ഒത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർ കുറച്ച് ആശങ്കകളും കുറച്ച് സമർപ്പണവും എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞാണ് പോണത്. അങ്ങനെ ഈ മനുഷ്യനെ അങ്ങനെയല്ല, ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിച്ചിട്ട് അമ്മയോട് സംസാരിക്കുകയാണ്. അതൊരു ഇൻറ്റിമസിയുടെ ലെവലിലേക്ക് അത് കാര്യങ്ങൾ മാറും. അപ്പോൾ പറയും, ഞാൻ SAയോട് സംസാരിക്കും, മറ്റുള്ളവരെ നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർ 3 വഴിക്ക് പോകണമെന്നൊക്കെ കാണാം എന്നൊക്കെ ശരവണൻ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ സംഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾ ദൈവമായിട്ട് സിൻസിയറായിട്ട് ഒരു ഇൻറ്റിമസി ആയാൽ, അതിന് ശരവണം പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ, കേസിൽ കള്ളമില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. മനസ്സിലായി? അതാണ് പറയണത്. എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തിട്ട് സഞ്ചാരി മാതാവ് കോടതി വനതൊക്കെ പറഞ്ഞാൽ മിക്കവാറും പണിയായിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ കള്ളമില്ല. ശരവണ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന സത്യത്തിൻ്റെ ഭാഗത്താണ് നമ്മളെങ്കിൽ, ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെ കേസിൻ്റെ കൂടെ വരും. അതുകൊണ്ട് ആ സാക്ഷ്യം അവസാനിക്കുന്നത്, ഞാൻ നിത്യവും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്ന് കൈയിട്ടിച്ച് വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ പ്രസൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസൻസ് സംഭവിക്കുന്നത്, സാന്നിധ്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? സാന്നിധ്യം നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ വേദനപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകുന്നത്? അതിൻ്റെ കാരണം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായത് കൊണ്ടാണ്. ഉടമ്പടി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം തന്നെ എത്രയോ പ്രാവശ്യം വാഗ്ദാനത്തിലുണ്ട്. ഐ വിൽ കം വിത്ത് യു എന്ന്. ഇപ്പോൾ ഐസയായുടെ വാഗ്ദാനം എന്താ? ഐസയായുടെ തിരുവചനങ്ങൾ 41:10. ശ്രദ്ധിക്കട്ടെ. ഐസയ 41:10. ഭയപ്പെടേണ്ട, ഏറ്റു പറഞ്ഞ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, നിന്റെ ദൈവം. നെക്സ്റ്റ് വെർസിക്കൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഐസയ 41:10. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതിനകത്ത് കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം വെറുതെ ഒരു കേവലമായ ഇനാക്റ്റീവ് പ്രസൻസ് അല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ സംഭ്രമിക്കേണ്ട. ഇപ്പം എന്തൊരു സംഭ്രമമാണ് കേസിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന. ശരവണയെ 3 കേസിലേ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവിക സംഭ്രമം ഉണ്ടാകും. പല ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതികൂലമായ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ടാക്കുന്ന സംഭ്രമമാണ്. ഈ സംഭ്രമത്തിന് ഉണ്ടാകുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടിയിൽ ആ സംഭ്രമം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ദൈവം തൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഉടമ്പടി എന്തുമാത്രം പ്രസൻസാണ് പറയണത്. പ്രസൻസ് വ്യത്യസ്തമായ മേഖലകളിലൊക്കെ പ്രസൻസ് പറയണില്ലേ, അത് ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില പറയില്ലേ, ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായി. എന്താ ഉടമ്പടി എടുത്തപ്പോൾ ധൈര്യമായത്? ഇനി ദൈവം നോക്കിക്കൊള്ളുമെന്ന് എൻ്റെ കാര്യം. എന്ത് വിഷയമായാലും ഇനി ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്നവർ വളരെ കൃത്യമായിട്ടാണ് സംഭവം എടുത്തിട്ട് അവർ ദൈവത്തെ കൂടെ നിർത്താൻ പറ്റുന്ന. ഇപ്പം നമ്മൾ ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറയണത്. അതാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധി പാലിക്കണമെന്ന് പറയണത്? കരിസ്മാരി ധ്യാനത്തിലുള്ള വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്ന ഉദ്ദേശത്തിലല്ല ഉടമ്പടി പറയണത്. ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ബേസിലാണ് വിശുദ്ധി പാലിക്കാൻ പറയണത്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം ഇപ്പോൾ 17:1 നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. എന്താണ്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെ വിശുദ്ധിയിൽ വ്യാപരിക്കണം. ഇപ്പോൾ ദൈവം ഇപ്പോൾ മോശസിനോടും പറയണതും എബ്രഹാത്തിനോടും പറയണതും പ്രസൻസിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ മറ്റേത് പ്രാർത്ഥന എടുത്താലും ഈ പ്രസൻസ് അതിൻ്റെ അകത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പറയത്തില്ലേ, പ്രമാണത്തിൽ അച്ഛാ വീട് വെക്കാൻ പറ്റണില്ല, അച്ഛാ ഇത് വിൽക്കാൻ പറ്റണില്ല, ഈ സ്ഥലം ചില പറയും അച്ഛാ ഈ സ്ഥലം വിൽക്കാൻ പറ്റണില്ല. എന്താണ് കാരണം? അതിൻ്റെ വഴി പ്രമാണത്തിൽ വിളിച്ച് പറഞ്ഞിട്ടില്ലെന്ന്. അതാണ് പ്രശ്നം. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. എന്താണ്? പ്രസൻസ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം,
പ്രസൻസ് നിങ്ങൾക്കറിയാമല്ലോ. അതായത് മോസസ് മരിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട്. മോസസ് ഉടമ്പടിയുടെ ഏറ്റവും ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളാണ് മോസസ് ഒരു ജനതയെ മരുഭൂമിയിൽ എങ്ങും എത്താതെ നിൽക്കുകയാണ്. വാഗ്ദാന നാട്ടിൽ എത്തിയിട്ടില്ല, ജോർദാൻ പോലും കടന്നിട്ടില്ല. ആ സമയത്ത് വെച്ച് മൊവാബിൽ വെച്ച് മോസസ് മരിക്കാനാകുമ്പോൾ ജോഷുവാനെ വിളിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ജോഷുവയുടെ സ്തുതിയുടെ മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 31 നിയമാവർത്തനം 31:3 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമാവർത്തനം 31:3. നിയമാവർത്തനം 31:3. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ യോശുവ നിങ്ങളെ നയിക്കും. അതായത് മോസസ് കാലയവനികയ്ക്കുള്ളിലേക്ക് പിരിയുകയാണ്. ഇത്രയും നാൾ അവർക്ക് വെളിച്ചവും തീത്തൂണുമായി ദൈവം തന്നെ മേഘസ്തംഭവും തീത്തൂണുമായിട്ടൊക്കെ നയിച്ചത് ഈ മോസസിൻ്റെ മധ്യസ്ഥ ശക്തിയിലാണ്. ആ മോസസ് എന്ന് പറയുന്ന മഹാപ്രകാശമാണ് ഇസ്രയേലിൻ്റെ മുമ്പിൽ അണഞ്ഞു പോകുന്നത്. അണഞ്ഞു പോകുമ്പോൾ മോസസ് കൊടുക്കുന്നൊരു പ്രത്യാശയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കണം, അത് ഈ പ്രസൻസാണ്. നമ്മുടെ ജീവിതത്തിലുമൊക്കെ ആരെയും പ്രസക്തമല്ലാത്ത രീതിയിലാണ് ദൈവം ഈ ഭൂമിയിലെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ആരെയും ആശ്രയിച്ചല്ല ഈ ഭൂമിയിൽ ജീവിതം, ഭർത്താവിനെ ആശ്രയിച്ചല്ല ഭാര്യയെ ഈ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭാര്യയെ ആശ്രയിച്ചുമല്ല ഭർത്താവിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മക്കളെ ആശ്രയിച്ചല്ല മാതാപിതാക്കന്മാരെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാതാപിതാക്കന്മാരെ ആശ്രയിച്ചല്ല മക്കളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ പാഠം നമ്മൾ പഠിക്കാത്ത കൊണ്ടാണ് ആരെങ്കിലും ഒരാൾക്ക് രോഗം വന്നു, അയ്യോ ഞാനെന്ത് ചെയ്യുവേ, ഈ അതിയായി എങ്ങാനും അസുഖം വന്നാൽ പിന്നെ വീട്ടിലെങ്ങനെ കഞ്ഞി വെക്കുക എന്ന് പറഞ്ഞ് കാറി നിലവിളിച്ച് അതിയാന് രോഗം വന്ന് മരിക്കണമെന്ന് ആത്മഹത്യ നമ്മുടെ ഭാര്യമാരില്ലേ. അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. ജീവിതം എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. വിശ്വാസി എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ്. ഇപ്പോൾ എന്താ, മോസസ് മരിക്കാൻ പോവുകയാണ്. മോസസ് മരിക്കുക. ഇന്ന് വരെ ദൈവത്തോട് സംസാരിച്ച മനുഷ്യൻ, ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാകാൻ പോവുകയാണ്. ഭൗതികമായിട്ട് ആ മനുഷ്യനില്ല, നാളെ ആ മനുഷ്യനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ജനതയെ ഇരുട്ടിൽ നിർത്തി മരുഭൂമിയിൽ ആടുകൾക്ക് തുല്യം അലയാൻ വിട്ടിട്ട് ഒരാൾ കാവനെയും യുവനയ്ക്കുള്ളിൽ പോകുമ്പോൾ കൊടുക്കുന്ന അഷുറൻസ് എന്താണ്? ഈ പ്രസൻസിനെ കുറിച്ചാണ്.